ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് സഞ്ജുവേട്ടൻ വന്ന് ഈ കഥ പറയുന്നു. കഥ പറഞ്ഞ് ഇങ്ങനെ ഒരു സിനിമ വളരെ ധൈര്യപൂർവ്വം എടുക്കാൻ ഡിസ്റ്റിൻ എൻ്റെ കൂടെ വരുന്നു. ആ കഥ കേട്ടിട്ട് ഒരു സിംഗിൾ ഹീറോ സബ്ജക്റ്റ് അല്ല എന്നറിഞ്ഞ് വളരെ മാഗ്നാനിസമായി നിവിൻ സർ ഇതിന്റെ ഭാഗമാവുന്നു. നിവിൻ സർ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ആക്ടേഴ്സും വളരെ ടാലന്റ് ആയിട്ട്, വളരെ സപ്പോർട്ടീവ് ആയിട്ട്, വളരെ ചെറിയ ചെറിയ പോർഷൻസ് ചെയ്താലും വളരെ ഹ്യൂജ് കോൺട്രിബ്യൂഷൻ ആണ് അവർ വന്ന് നമുക്ക് വേണ്ടി ചെയ്തത്. സോ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഇന്നിവിടെ നിൽക്കുമ്പോൾ, ഈ മൊമെന്റിൽ ഇവിടെ നിൽക്കുമ്പോൾ, ഡെയിലി ഷൂട്ടിംഗ് നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് മുമ്പോ പല സ്റ്റേജസിൽ ഈ സിനിമ നിൽക്കാനും മുന്നോട്ട് പോവാതിരിക്കാനും ഒരുപാട് ബ്ലോക്സ് ഫേസ് ചെയ്തിട്ടാണ്, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്തില്ല. എവറിഡേ ബേസിസിൽ, ചിലപ്പോൾ എവറി മണിക്കൂർ ബേസിസിൽ നമ്മൾ ഒബ്സ്റ്റക്കിൾ ഫേസ് ചെയ്തിട്ടാണ് ഈ ഫിലിം ഷൂട്ട് ചെയ്തത്. വളരെ ലൈവായിട്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു. സോ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്, സ്പെസിഫിക്കലി എനിക്ക്. ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. എന്റെ ക്യാമറമാൻ ഫൈസ് സിദ്ദിഖ് എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് പുള്ളിയുടെ കോൺഫിഡൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിനിമാറ്റിക്കലി ഒരു സാധനം ഷൂട്ട് ചെയ്യരുത് എന്ന് വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ട് ഒരു റോ ആയിട്ടൊരു ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ വളരെ സിനിമാറ്റിക് ആയിട്ട് അടുത്ത സിനിമ ഐ തിങ്ക് പുള്ളി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് അതിന്റെ വിഷ്വൽ ബ്യൂട്ടി ഗ്രാൻഡിയറൊക്കെ അതിൽ കാണിക്കും. പക്ഷെ ഒരു റോ എനിഗ്മ ഈ സിനിമയിൽ, അല്ലെങ്കിൽ ഒരു റോ എനർജി കൊടുത്തത് ഫൈസ് സിദ്ദിഖിന്റെ കോൺഫിഡൻസ്, ഓക്കെ ദിസ് ഇസ് ഗുഡ്, ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്പേസസിൽ നമ്മളെ വർക്ക് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത ഫൈസ്. എന്റെ എഡിറ്റർ ഷൈജിത്ത്, ഈ പടത്തിലൂടെ ഞങ്ങൾ ലോഞ്ച് ചെയ്യണം ഷൈജിത്ത് ഒരു പവർ ഹൗസ് ടാലന്റ് ആണ്. ഈ സിനിമ കാണുമ്പോൾ എഡിറ്റ് വളരെ സ്പെസിഫിക് ആയിട്ട് ആൾക്കാർ എടുത്ത് പറയും. ഐ എം ക്വൈറ്റ് ഷുവർ അബൌട്ട് ഷൈജിത്ത്. എന്റെ ആർട്ട് ഡയറക്ടർ അനീസ് നാടോടി നമ്മളൊരു പബ്ലിക് സ്പേസിൽ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അത് ആ സ്പേസുമായിട്ട് ബ്ലെൻഡ് ചെയ്ത ഒരു സെറ്റപ്പും എല്ലാം വർക്ക് ചെയ്ത അനീസ് നാടോടി. എന്റെ മിക്സിംഗ് എഞ്ചിനീയർ ആയ ഫസൽ ബക്കർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സിനിമ മിക്സ് ചെയ്തിരിക്കുന്നത്. ആ ലൈവ് എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി, റോ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള, ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു വർക്ക് ഫസൽ സാർ ചെയ്തിട്ടുണ്ട്.